ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ്. ഞാനത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. പക്ഷേങ്കിൽ ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിസിൽ വരണ്ട, വെറും 7 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വിസിലൊക്കെ വരണ്ട. ഇതിന് വിസിലിൻ്റെ ആവശ്യമില്ല, വെറും 7 മിനിറ്റേ വേണ്ടൂ. അടിപൊളി ഒരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാം. ഞാൻ അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്കെന്നാൽ നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം. ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചത്, അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത്, ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചത്, 2 പച്ചമുളക്, 2 ബീൻസ്. ഇനി ബീൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പയർ ചേർക്കാം. അതുപോലെ തന്നെ കോളിഫ്ലവർ. ഞാൻ ഉപ്പും മഞ്ഞളും ഒരു ലൈറ്റ് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് സമയം ഇട്ട് വെച്ച ശേഷമാണ് കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കാണ് എടുത്തത്, അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി. പിന്നെ ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സോയാബീൻ നമ്മൾ ബിരിയാണി ആക്കുന്നതിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്താൽ മതി. ഗ്രീൻ പീസ് തലേന്നേ കുതിർക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണിത്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരുമിച്ചിടാൻ പാടില്ല. അണ്ടിപ്പരിപ്പ് ഇട്ട ശേഷം ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ മാത്രമേ നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. മുന്തിരി പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. അപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ച് ടൈം എടുക്കും ഒരു ബ്രൗൺ ഷെയ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുമിച്ചിടാൻ പാടില്ല. അണ്ടിപ്പരിപ്പ് ഏകദേശം ഇപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇനി മുന്തിരി ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിനി മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വാങ്ങി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് ഒരു ഉള്ളി ഞാൻ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതിൻ്റെ അകത്ത് നല്ലവണ്ണം വറുത്തെടുക്കണം. നമ്മൾ ബിരിയാണിയൊക്കെ ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നല്ല ബ്രൗൺ ഷെയ്ഡ് തന്നെ ആയിട്ട് വരണം. അധികം കരിയാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കാൻ പാടുള്ളൂ. ഇതിട്ട ശേഷം നമ്മളത് ഇതുപോലെ ഇങ്ങനെ വഴറ്റിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ തന്നെ നമ്മളത് വാങ്ങി പാത്രത്തിലേക്ക് മാറ്റണം. നല്ലവണ്ണം ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കരുത്, അപ്പോൾ കരിഞ്ഞു പോകും. ഈ ഒരു പാകത്തിനായ ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് നെയ്യ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 3 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ് ഇല, കുറച്ച് പെരിഞ്ജീരകം, ഇത്രയും കൂടി ഈ നെയ്യിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം മെല്ലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഇനി പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി മിക്സിയിൽ അരച്ചെടുത്താലും മതി. ഞാനിങ്ങനെ പച്ചമുളക് കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ പച്ചമുളക് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഇങ്ങനെ വഴറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിച്ചപ്പ് ഇട്ട ശേഷം ഒന്നിങ്ങനെ ഇളക്കുക. ഇത്തിരി ഇട്ട് ഇളക്കിയ ശേഷം ഇനി നമ്മൾ കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമായിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാലയും ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ വഴറ്റുക. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തക്കാളിയാണ് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഓരോരോ പച്ചക്കറിയായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകും. നമ്മൾ അതിൻ്റെ അകത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് അത് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്, ഓരോന്നായിട്ട് സോയാബീൻ ചെറിയ സോയാബീനും ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അതാണ് കുറച്ചും കൂടി നല്ലത്. അല്ല ഇനി വലുതിടുമ്പോൾ കട്ട് ചെയ്തിട്ടിടാം. ഞാൻ കട്ട് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് തന്നെ ഇടുന്നത്. ഞാൻ കട്ട് ചെയ്തിട്ടാൽ നമ്മളെ മസാലയൊക്കെ ആ സോയാബീനിൻ്റെ അകത്ത് പിടിക്കേണ്ടതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ടിടുന്നത്. അതെങ്ങനെ വേണമെങ്കിൽ ഇടാം. ഞാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. ഞാൻ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ടത്. നിങ്ങളിനി വലുതാണ് കിട്ടിയതെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടുന്നത് കുറച്ചും കൂടി നല്ലത്, മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക. ആ മസാല നല്ലവണ്ണം അതിൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ എല്ലാം ഇളക്കി ആയ ശേഷം നമ്മൾ എത്രയാണോ അരി ഇടുന്നത് അതിൻ്റെ കണക്കായിട്ട്, അതായത് ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് ആണ് വെള്ളം ഒഴിക്കുന്നത്. അത് തിളച്ച വെള്ളമാണ് കുറച്ചും കൂടി നല്ലത് ഒഴിക്കുന്നത്. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് നല്ലത്. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പാണ് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾ അരി എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. അപ്പോഴാണ് നമ്മൾ അപ്പോഴേക്കും അരി കുതിർത്ത് വെച്ചിട്ടുണ്ടാവണം, ബിരിയാണി അരി. ഞാൻ ഈ വെജിറ്റബിൾ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കോള റൈസാണ്. അപ്പോൾ ഞാനത് ഒരു അരമണിക്കൂർ മുന്നേ ഇങ്ങനെ കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് ഇപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് നോക്കി, കാരണം നേരത്തെ ഇട്ട ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർക്കുക. അതിനുശേഷം നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടി തൈരാണ്. തൈരും കൂടി ചേർത്ത് കൊടുക്കുക. തൈരും കൂടി ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കുക. ഇതിൻ്റെ അകത്ത് ഒരു പൊടിക്ക് ഉപ്പ് മുന്നിട്ട് നിൽക്കണം ഈ വെജിറ്റബിൾ ബിരിയാണിക്ക്. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇളക്കി. അതിനുശേഷം നമ്മുടെ ഈ ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാൻ ഇട്ടത്. കാരണം നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് നേരത്തെ നമ്മളവിടെ കുതിർത്ത് വെച്ച അരിയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ആ 1 കപ്പ് അരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കുക. ഇനി കറക്റ്റ് നിങ്ങൾ നോക്കണം, ഇതിൻ്റെ വിസിൽ വേണ്ട, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇനി നമ്മൾ 7 മിനിറ്റാണ് ഇതിൻ്റെ ടൈം. നമ്മളിത് ഈ കുക്കറിൻ്റെ മൂടി ഇട്ട ശേഷം കറക്റ്റ് 7 മിനിറ്റാണ്. ഇതിന് വിസിൽ വരേണ്ട ആവശ്യമില്ല. 7 മിനിറ്റ് നേരം നമ്മൾ കറക്റ്റ് ടൈം നോക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം തീ ഓഫ് ചെയ്യുകയാണ്. തീ ഓഫ് ചെയ്ത ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അതിന് മുന്നേ ഓപ്പൺ ചെയ്യാൻ പാടില്ല. കറക്റ്റ് 15 മിനിറ്റ് വരെ നമ്മളിതിനെ വാങ്ങി മാറ്റി വയ്ക്കണം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഒരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്ത് തന്നെയാലും 7 മിനിറ്റ് നേരം നമ്മൾ വിസിൽ വരാതെയുള്ളതാണ്. 7 മിനിറ്റിന് ശേഷം നമ്മൾ 15 മിനിറ്റ് ഇത് റെസ്റ്റിന് വെച്ചു. അതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. കറക്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കിനി ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ആദ്യം അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക.
പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം മല്ലിച്ചപ്പാണ്. അത് മല്ലിച്ചപ്പ് നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. മല്ലിച്ചപ്പ് ചേർക്കണം എന്നില്ല, ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്തന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ചേർക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി എന്നാൽ ഞാൻ ഒരു തൈര് കറിയും കൂടി ആക്കിയിട്ടുണ്ട്. തൈരും ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒരു തൈര് കറിയും ആക്കിയിട്ടുണ്ട്. ഇതിന് നല്ല കോംബോ ആണ്. അപ്പോൾ ഞാൻ ഇതും കൂട്ടി കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.